ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം നേരുകയാണ്. ഞാൻ ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഉത്സവത്തിൻ്റെയും പെരുന്നാളുകളുടെയും കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്തി നിർഭരമായ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്നു. ഇത്രയും വലിയ തീപ്പൊള്ളലിലും വിശ്വാസത്തിലൂടെ ജീവിക്കുന്നവർ അനേകരുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം, ഞാൻ ഈ മെഡിറ്റേഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രയർ. കഴിഞ്ഞൊരു ദിവസം നിങ്ങളുടെ അമ്മ എന്നോട് ചോദിച്ചേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥനയുടെ ശക്തി? പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയാണ് തരാൻ പോകുന്നത്. ഹൗ ടു യൂസ് എന്തോന്ന് ദ പവർ ഓഫ് പ്രയർ. എന്തോ ഹൗ ടു യൂസ് ദ പവർ ഓഫ് പ്രയർ. ഇത് ഒരാളുടെ പുസ്തകം. ആരുടെയാണെന്നറിയാം? ജോസഫ് മർഫി. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം പഠിച്ച ഒരാൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ല അദ്ദേഹത്തിൻ്റെ ഇത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ സത്യങ്ങളെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ച ഒരു പുസ്തകമാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് വളരെ ഹാപ്പിയാണ്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഹൗ ടു യൂസ് ദ പവർ ഓഫ് പ്രയർ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് വളരെ നല്ല അർത്ഥവത്തായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ്. പക്ഷേ ജോസഫ് മർഫി എപ്പോഴും ബിലീഫ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രയറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡുമായി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നു, ലിനിയുടെ ചോദ്യത്തിൻ്റെ മറുപടി പറയാം. പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റവും സെലക്റ്റീവായിട്ട് എടുക്കുന്ന സമയം ഞാൻ നേരം വെളുക്കുമ്പോൾ എടുക്കുന്ന മെഡിറ്റേഷനും രാത്രി കിടക്കാൻ നേരം നടക്കുന്ന മെഡിറ്റേഷനുമാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വേറൊരു തലമായിട്ട് കാണണ്ട. മെഡിറ്റേഷൻ മീൻസ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ഒരു അന്തരീക്ഷത്തെ പരിപൂർണമായി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. മനസ്സിലായോ? ഇനി പഠിക്കുമോ? പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല. എന്തോ അല്ല, വാക്കല്ല, പിന്നെ എന്താണ്? വിശ്വാസത്താലുള്ള ഒരു ചിന്തയാണ്. മനസ്സിലാവുന്നു? വിശ്വാസം എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തോ? കാണാത്തതിന്റെ ഉറപ്പ്, ആശിക്കുന്നതിന്റെ നിശ്ചയം. നമുക്ക് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ ചെയ്യുന്നത്? മനുഷ്യരെല്ലാവരും അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പോകുന്നത്. പക്ഷേ ആ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ് വിശ്വാസം? പ്രാർത്ഥനയും വിശ്വാസവുമായുള്ള ബന്ധം. മനസ്സിലാവുന്നു? നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ വാ കൊണ്ട് പറയുന്നു. മനസ്സിലാവുന്നു? ആരോട് പറയുന്നു? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ഇതിനിടയ്ക്ക് ചോദിച്ചു പോകാം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പ്രപഞ്ചത്തോടാവാം, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. സഭകളുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. ഇവർക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ദൈവങ്ങളാണ്. അപ്പം ഈ പ്രാർത്ഥന എന്ന് പറയും. പക്ഷേ പപ്പ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ IAS എഴുതുന്ന ഒരു കുട്ടി IAS ലഭിക്കുമെന്ന് കൃത്യമായ ധാരണയുടെ പുറത്ത്, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എഴുതിയാൽ അവർക്കത് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ടാണ് വിഷ്വലൈസ് ചെയ്തിട്ട് എഴുതാൻ പറയുന്നത്. നിങ്ങൾ IAS ആയി എന്ന് കണ്ട് തന്നെ എഴുതണം. മനസ്സിലാവുന്നു? അപ്പം വിശ്വാസമുള്ള ചിന്ത, എന്താ നിങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പം വിശ്വാസമുള്ള ചിന്തയാണ് എന്തെന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ തന്നെ ചെല്ലിയും വേണം. മനസ്സിലാവുന്നു? കോൺഷ്യസ് മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നു എല്ലാം നടക്കുമെന്ന് ചിന്തിച്ചാൽ അത് നടക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് താൽക്കാലികമാണ്. ഓരോന്നോരോന്ന് വരുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പപ്പയുടെ കൂടെ നടക്കുന്നു, ഇതെല്ലാം കേൾക്കുന്നു ആണല്ലോ. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടോ? നിങ്ങളുടെ തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ചലിക്കുന്നില്ലയോ? കാല് ചലിക്കുന്നില്ലയോ? ഓരോരോ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടോ? ശ്വസന പ്രക്രിയ, കാഴ്ച, കാണല്, സ്മെല്ലടിക്കല്, അങ്ങനെ ഏകദേശം 90% പ്രോഗ്രാംസ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നോ? ഈ പ്രവർത്തനമാണ്, ഈ തലത്തിലുള്ള അതെല്ലാം ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് നിങ്ങളിത് ധരിപ്പിക്കേണ്ടത്. കാരണം നിങ്ങൾ
അതൊരു അടിയുറച്ച സംവിധാനത. ഇതെന്ന് പറഞ്ഞാൽ അന്നേരം പപ്പ പറഞ്ഞ എന്തോ ഇതൊരു ചിന്തയാണ്, വിശ്വാസമുള്ള ചിന്തയാണെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു? ഈ ചിന്ത എന്ന് പറയുന്നതിനകത്ത് പ്രവൃത്തിയും കൂടെ വരുന്നതാണ് ഈ സംവിധാനം. അതായത് പ്രവൃത്തി വരണം. പ്രവൃത്തി വരാതെ ഇതൊന്നും സക്സസ് ആവത്തില്ല. മനസ്സിലായോ? വിശ്വാസമുണ്ട് എനിക്കിത് നടക്കുമെന്ന്. പരീക്ഷ എഴുതിയില്ലേലോ? മനസ്സിലായോ? അപ്പൊ അവിടെ എന്തോ ഉണ്ടാവണം? ആക്ഷൻ ഉണ്ടാവണം കൃത്യമായി. ഈ ആക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വിശ്വാസം വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ പപ്പയൊക്കെ എന്ത് ചെയ്യുന്നത്? മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ സമയം വെച്ച് മെഡിറ്റേഷൻ ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. ആ ടൈമിലകത്ത് വന്ന് നമ്മുടെ ശരീരം അല്ല അങ്ങ് ഉറങ്ങിപ്പോകുന്ന ആ ആൽഫ സ്റ്റേജിലേക്ക് അങ്ങ് പോവുക. അപ്പം നിങ്ങൾ അതാണ് ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിൽ പോയെന്ന് പറഞ്ഞു. മനസ്സിലായോ? അവരുടെ കാഴ്ച കൊണ്ട് അവനെ കാണാൻ പറ്റുന്ന ഉയരത്തിൽ അയാൾ പോയിരുന്നു. പക്ഷെ അവന്മാരെ ആരെയും അടുത്തോട്ട് അടുപ്പിച്ചില്ല. മനസ്സിലായോ? ശിഷ്യന്മാരെ വിളിച്ചോണ്ട് പോകുമ്പോഴും. അപ്പം കൃത്യമായ രീതിയിൽ അവിടെ എന്തോ ചെയ്തു? അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തോ ഉണ്ടാക്കണമെന്നറിയാം? മനസ്സിനെ ശാന്തമാക്കണം. മനസ്സിലായോ? കോപം, ക്രോധം, ഭയം ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിലിരിക്കും എന്നിരിക്കട്ടെ. എന്തോ കോപം, ഭയം, അസൂയ എന്തൊക്കെയോട്ട് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? ചിന്തയാണല്ലോ വേണ്ടത്. മനസ്സിനെ നിയന്ത്രിച്ചുള്ള ചിന്തയാണല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വല്ല പട്ടിയോ ഒന്നും വരാതെ യേശു എന്ത് ചെയ്തായിരുന്നേ? ഈ മലയുടെ മുകളിൽ യൗമാരെ താടിരുത്തിയിട്ട് കയറിയത്. അപ്പൊ ആശങ്കകളൊന്നും തന്നെ വരരുത്. മനസ്സിലായോ? ആ അവസ്ഥയിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നേ? മനസ്സിനെ ശാന്തമാക്കാൻ. കൃത്യമായി മനസ്സിനെ ശാന്തമാക്കണം. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങളുടെ സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസസ് കറക്റ്റായി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ? അപ്പം സമാധാനം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. സമാധാനം എന്താ വേണം? പ്രാർത്ഥിക്കാൻ. ഐഡിയ കിട്ടിയോ? സംശയമുണ്ടോ? അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ചീനിയുടെയും ചേനയുടെയും കഥ പറഞ്ഞ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ കറിയും നോക്കി അതിന്റെ മണം അടിച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരാരെങ്കിലും പ്രാർത്ഥിക്കുവാന്നോ? അപ്പൊ പലർക്കും ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം? അവൻ അത്രമാത്രം ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? അവൻ വിഷ്വലൈസ് ചെയ്യുക. അന്നേരം ചോദിക്കും പകുതി പേരും തകർന്നു പോകുന്നത്. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് വേർഡ് പുറത്തേക്ക് വിടും. മനസ്സിലാവുന്നു? എനിക്ക് കഷ്ടപ്പാടാണേ ദൈവമേ, ഈ കഷ്ടപ്പാടാണേ ദൈവമേ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിന് ഇതിനകത്ത് ഈ സാധനം കയറി അങ്ങ് അടിക്കുക. കഷ്ടപ്പാടാണേ, ഇങ്ങനൊരു വേർഡ് പറയരുത്. നെഗറ്റീവ് വേർഡ് പറയരുത്. എല്ലാം പോസിറ്റീവായിട്ട് കണ്ടേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. മനസ്സിലാവുന്നു? അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പപ്പയ്ക്കൊക്കെ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും പറയാം. ഒരു 10-25 ദിവസം നിന്ന് പറഞ്ഞാൽ പോലും തീരത്തില്ല. കാരണം എന്താ? ഇത് നമ്മുടെ ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ ആഗ്രഹിക്കണം. എങ്ങനെ? അത് നടന്നു കഴിഞ്ഞു എന്ന് ആഗ്രഹിക്കണം. എന്താണ്? എൻ്റെ ജീവിതത്തിൽ അത് IAS ആയി. ഇപ്പോഴും അതാണ് നമ്മൾ കുട്ടികളെ പറ്റി കൃത്യമായി പറയുന്നത്. കുട്ടികൾക്ക് എന്ത് ചെയ്യണം? IAS കിട്ടി എന്ന് കൃത്യമായ രീതിയിൽ അവരെന്ത് ചെയ്യണം? മനസ്സിൽ കാണണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആഗ്രഹം കൃത്യമായിരിക്കണം. സംശയമില്ലാതെ ആഗ്രഹിച്ച് അത് നടന്നു എന്ന് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? എൻ്റെ ജീവിതത്തിൽ ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നോ? ഒരു കാരണവശാലും എനിക്കിത് കിട്ടുമോ എന്ന സംശയം വരരുത്. എന്താ? എനിക്കിത് കിട്ടുമോ എന്ന ചിന്ത വരരുത്. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും എന്ത് സംഭവിക്കത്തില്ല? ഈ പറയുന്ന എന്താ മോനെ, എന്ത് സംഭവിക്കത്തില്ല? കുഞ്ഞിപ്പോയിരുന്ന് ഉറങ്ങി അങ്ങാണ്ട് പോവാ. അങ്ങനെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച്, അതെ ലീഡേഴ്സ് അങ്ങനെയല്ല കേട്ടോ, ലീഡേഴ്സ് എല്ലാം ശ്രദ്ധിച്ചായിരിക്കും പോകുന്നത്. ഒബ്സർവേഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തോ നമ്മൾ പറഞ്ഞേ? എനിക്ക് ഇത് കിട്ടുമോ എന്നല്ല, എനിക്കിത് കിട്ടിയിരിക്കുന്നു എന്ന രീതിയിൽ, എനിക്കിത് ലഭിച്ചു എന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നെഗറ്റീവ് വേർഡ് കയറി വരികയേ ചെയ്യരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് വേർഡ് കയറി വരികയേ ചെയ്യരുത്. നെഗറ്റീവ് കയറി വന്നാൽ പ്രാർത്ഥനയുടെ ശക്തി കുറയും. മനസ്സിലാവുന്നോ? പ്രാർത്ഥനയുടെ ശക്തി കുറയും. എന്താണ് എനിക്ക് കഴിയില്ല, ഇതെൻ്റെ ഒരു മോശ സമയമാണ്,
എനിക്കത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അവർക്ക് അങ്ങനെയാണ്, എങ്ങനെ ഒരു കമ്പാരിഷനോ ഇങ്ങനെയുള്ള ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ നെഗറ്റീവ് വേർഡ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരാനേ പാടില്ല. അത് നിങ്ങളുടെ എനർജിയെ ലൂസ് ചെയ്ത് കളയും. മനസ്സിലായോ? ഏതാ അട്രാക്റ്റീവ് പവറിനെ കളയും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഒരു കാരണവശാലും എന്തുണ്ടാവരുത്, പ്രാർത്ഥന സമയത്ത് എന്ത് ചെയ്യരുത്, നെഗറ്റീവ് സാധനങ്ങൾ അടിച്ചു കയറ്റരുത്. കയറുമോ? അത് കാരണം എന്ത് ചെയ്യും, അത് നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലാവുന്നോ? നിങ്ങളെ സമയം ചുമ്മാ മെനക്കെടുന്നതാണ്. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാത്തത്, ഫലം കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്ത്, അയ്യോ അവന് കൊടുത്ത് എനിക്ക് തന്നില്ലേ എന്നുള്ള രീതിയിൽ. കാരണം ഈ കൊടുക്കുകയും തരികയും ഒക്കെ ചെയ്യേണ്ട ആൾ ആരുടെ കയ്യിൽ ഇരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ഇത് നടത്തുന്നത്. മനസ്സിലാവുന്നു? പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ, ഇതാണ് ഞാൻ ഈ IASമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്, ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലേ സ്ഥിരത വേണം. എന്താ വേണം? ഞാൻ പിടിച്ചോളാം. എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ എന്താ വേണം? സ്ഥിരത വേണം. നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുക, അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ കൂട്ട്. മനസ്സിലാവുന്നു? നിങ്ങൾ ഇന്നൊരെണ്ണം പ്രാർത്ഥിക്കും, നാളെ എനിക്ക് പഴങ്കഞ്ഞി തരണേ, മറ്റന്നാൾ എനിക്ക് ബ്രോസ്റ്റഡ് തരണേ, ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ, നീ ഒരു സാധനത്തിൻ്റെ മണം പോലും കൃത്യമായിട്ട് മനസ്സിൽ അടിച്ചില്ല. മനസ്സിലായോ? കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. എവിടെ പോകുന്നത്? ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കണം, ശക്തമായിരിക്കണം, സ്ഥിരമായിരിക്കണം. അത് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. മനസ്സിലായോ? പ്രാർത്ഥന എപ്പോഴും പപ്പ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കേ ഉറങ്ങുന്നതിന് മുമ്പ്. മനസ്സിലായോ? അപ്പോൾ ഒരു ആൽഫ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കും. എങ്ങനെ? ഒരു മയങ്ങിയ മൈൻഡിലേക്ക് വരും. മനസ്സിലാവുന്നോ? ഈ സമയം നല്ലോണം പ്രാർത്ഥിക്കാൻ നല്ലതാണ്. രാവിലെ സമയം നല്ലതാണ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ രാവിലെയും പ്രാർത്ഥിക്കാൻ, രാത്രിയും പ്രാർത്ഥിക്കണം. മറക്കുമോ? പക്ഷെ പ്രയർ നടത്തിയോണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുമോ? ഒരാൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമോ? ആക്ഷൻ ഉണ്ടാവണം. പ്രയർ പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ്, റിസൾട്ട്. മനസ്സിലായല്ലേ? റിവാർഡ്. മനസ്സിലായോ? ഇനി അത് മാറ്റൂ. നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുന്ന കാര്യം പ്രവർത്തിക്കൂ. കിട്ടുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റും? പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിനെ അവിടെ കൊണ്ട് ചെല്ലണം. ഐഡിയ കിട്ടിയോ? ഇനി എന്തെങ്കിലും അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്താലും കൃതജ്ഞതയോടുകൂടി വേണം ചെയ്യാൻ. എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അപ്പം ദൈവത്തിന് നന്ദി ആഗ്രഹമാണെന്ന് ചോദിക്കും. അതൊക്കെ ബൈബിളിൽ അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സ്ഥിരമായി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ സ്ഥിരമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ യേശു അതുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പ നിങ്ങൾ എന്തുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ മക്കളായതുകൊണ്ടാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ്റെ മക്കളാവാനുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കി വെക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് തരണേ. ഇപ്പോൾ പറഞ്ഞു കേട്ടോ, എല്ലാം പ്രസന്റ് ടെൻസിൽ പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞേ. നടക്കുന്നു എന്നല്ലേ, ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ക്ഷമിച്ചാൽ മാത്രം ക്ഷമിച്ചാൽ മതി. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണ്ട. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് തരണം. ഞങ്ങളെ പരീക്ഷകളിൽ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലേക്ക് ഞങ്ങളെ കടത്തി വിടരുതേ. മനസ്സിലാവുന്നോ? ഇങ്ങനെ ഓരോന്നും അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാം പ്രസന്റ് ടെൻസിലും, അതായത് അത്ര കൃത്യമായി പറയുകയാണ്. കൃത്യമായി അത് അത്ര കോൺഫിഡൻസോടാണ് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ നമുക്ക് എന്ത് ഉണ്ടാവണം? നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയുള്ള ബോധമുണ്ടായിരിക്കണം. മനസ്സിലാവുന്നോ? അതോടൊപ്പം തന്നെ ഈ ജീസസ് പറയുന്നുണ്ട്, ഓരോരുത്തരെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് ജീസസ് ചോദിക്കുന്നുണ്ട്, ഡു യു ബിലീവ് മീ? നിങ്ങൾ നിന്നെ വിശ്വസിക്കുന്നുണ്ടോ? പലരും വന്ന് അവനോട് സൗഖ്യമാക്കുമ്പോൾ ചോദിക്കും, എടേ നിങ്ങൾക്ക് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പം വിശ്വസിച്ചാൽ ആ ഒരു ചോദ്യം ചോദിക്കാതെ ഈ സൗഖ്യമാക്കുന്നതേ ഇല്ല. അപ്പോൾ എല്ലാവരുടെയും വിശ്വാസമാണ് അവരെ സൗഖ്യമാക്കിയത്. മനസ്സിലാവുന്നു? അതോടൊപ്പം തന്നെ യേശു ചിലരെ സൗഖ്യമാക്കും. മനസ്സിലാവുന്നു? സൗഖ്യമാക്കിയിട്ട് അവർ പോവും. ഒരാൾ മാത്രം 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അങ്ങ് പോയെന്ന് പറഞ്ഞില്ലേ, അതിലൊരുത്തം മാത്രം തിരിച്ചു വന്ന് താങ്ക്സ് പറഞ്ഞു. അപ്പോൾ ഈ താങ്ക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലാവുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. വിശ്വസിക്കുമോ? അപ്പം നമ്മളിനി പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും അരുത്. കൃത്യമായ വിശ്വാസം ഉണ്ടാവണം. അന്നേരം പോയിക്കും വിശ്വാസം ഇല്ല എന്താ സംഭവിക്കും? വിശ്വാസം ഇല്ലെങ്കിൽ ഫലം വൈകും. മനസ്സിലായോ? ഡൗട്ടുണ്ടോ? അപ്പം പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടുകൂടി,
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ പ്രവർത്തിച്ചാൽ 100% നിങ്ങൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ സക്സസ് ആവും. ഇതാണ് പപ്പ ഇന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ കറക്റ്റ് ഗോഡിനെ മീൻസ് അതായത് പല റിലീജിയൻസിൽ പല ദൈവങ്ങളാണ്. ഞാൻ ദൈവത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല. യേശു എനിക്ക് ഗുരുവാണ്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം നടത്തിയ 4 പഠനം എനിക്കിഷ്ടമാണ്. ലവ്, അതായത് സ്നേഹം, വിശ്വാസം, ദീർഘക്ഷമ, പരോപകാരം. അതാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത്. ഭഗവത്ഗീതയിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഖുറാനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എല്ലാത്തിൽ നിന്നും നല്ലത് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. മോൻ്റെ ക്വസ്റ്റ്യൻ പറയട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ വിഷ്വലൈസേഷൻ ആണ് നമ്മുടെ ചിന്ത. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല, മീൻസ് അവിടെ നമ്മുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ഒരു കാര്യത്തെ ചോദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം വന്നത്? നിങ്ങളിലാണ്. നിങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക.